ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഐ ആം അക്ഷയ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ബോധിധർമ്മിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളിരുന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. 16-ാം നൂറ്റാണ്ടിലായി ജീവിച്ചിരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ബുദ്ധ സന്യാസിയാണ് ബോധിധർമ്മൻ. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ചരിത്രം കൂടുതൽ പഠിക്കാം. ചൈനയിൽ സെൻ മതം ആരംഭിച്ചതും പ്രചരിപ്പിച്ചതും ഇദ്ദേഹമാണ് ബോധിധർമ്മൻ. പല്ലവ രാജവംശത്തിലെ 3ാമത്തെ രാജകുമാരനായിരുന്നു ഈ ബോധിധർമ്മൻ. ചൈനീസ് വിശ്വാസപ്രകാരം ഷാഓലിൻ കുൻഫു ആരംഭിച്ചതും പ്രചരിപ്പിച്ചതും ഇദ്ദേഹമാണ് ബോധിധർമ്മൻ. ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വിരുദ്ധ സ്വഭാവമുള്ള നിരവധി പ്രചരത്തിലുണ്ട്. അതിലൊന്ന് ഇദ്ദേഹം തെക്കേ ഇന്ത്യയിലെ രാജവംശത്തിൽപ്പെടുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു എന്നതാണ്. 1999 എന്ന കാലഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. രാജകുടുംബത്തിലായതുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥ പ്രകാരം ബ്രാഹ്മണനാവാൻ സാധ്യതയില്ലെന്നും ക്ഷത്രിയനാകാനാണെന്നതാണ് സാധ്യതയെന്നുമാണ് ഇദ്ദേഹത്തിൻ്റെ രാജവംശത്തിലെ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ തമിഴ്നാട്ടിലെ കാഞ്ചീപുരമാണെന്നതാണ് പ്രബലമായൊരു വാദം. ഇതോടൊപ്പം തന്നെ ബോധിധർമ്മനെ കേരളവുമായി ബന്ധപ്പെടുന്നതായും ഉള്ള വാദങ്ങൾ നിലവിലുണ്ട്. ഒരു കാലത്ത് കേരളത്തിലെ ബുദ്ധമതത്തിന് ഉണ്ടായിരുന്ന സ്വാധീനവും ഇവിടുത്തെ തനതു ആയോധന കലയായ കളരിപ്പയറ്റിലെയും ഇദ്ദേഹം സ്ഥാപിച്ചതായി കരുതപ്പെടുന്നു. ഷാഓലിൻ കുൻഫുവിനെയും സമ്പദങ്ങളായി തമിഴിലുള്ള വ്യത്യാസങ്ങളും ഈ വാദങ്ങൾക്ക് ഉപേദഭംഗമാകുന്നു. അവൻ ബലം. അപ്പം നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം ബൈ.